ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കുട്ടികൾ മറ്റൊരു പരീക്ഷാ കാലത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികളോട് സംസാരിച്ചാൽ എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ എന്നൊക്കെ ചോദിച്ചാൽ കുട്ടികൾ പറയും, സാറേ പഠിച്ചതൊന്നും വന്നില്ല, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് വായിച്ചിരുന്നു, പക്ഷെ വായിച്ച ഭാഗത്ത് നിന്ന് ഒന്നും വന്നില്ല. അപ്പൊ നമ്മൾ കുറച്ചുകൂടി നന്നായി ചോദിക്കുവാണെങ്കിൽ എത്ര വായിച്ചു അല്ലെങ്കിൽ ഏതൊക്കെ പാഠഭാഗം വായിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾ പറയും, ഞാൻ എല്ലാം വായിച്ചിട്ടുണ്ട്, എല്ലാം പഠിച്ചിട്ടുണ്ട്, പക്ഷെ വായിച്ച ഭാഗങ്ങളിൽ നിന്നൊന്നും വന്നില്ല എന്ന് പറയാറുണ്ട്. എന്നിട്ട് നമ്മൾ കൃത്യമായി കുട്ടികൾ വീണ്ടും ചോദിക്കുകയാണ്, നീ എത്ര സമയമാണ് വായിച്ചത്, ഏതൊക്കെയാണ് വായിച്ചത്, ഏതൊക്കെ ഭാഗമാണ് വായിച്ചത്, അല്ലെങ്കിൽ ഈ ചോദ്യം വായിച്ചോ, അല്ലെങ്കിൽ ഈ ഏരിയ നീ വായിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു പക്ഷെ പലപ്പോഴും കുട്ടികൾക്ക് അതിനെപ്പറ്റി ഓർക്കാൻ കഴിയാത്ത ഒരവസ്ഥ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വിഷയം ഇങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ കുട്ടികളുടെ വായന അത് ശാസ്ത്രീയമല്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ശാസ്ത്രീയമായി വായിക്കേണ്ടത്? നമുക്കറിയാം, നമ്മുടെ കുട്ടികൾക്ക് വായിക്കുന്നത് അവരുടെ പാഠപുസ്തകം അല്ലെങ്കിൽ നോട്ട് പുസ്തകം എടുത്ത് നേരിട്ട് ഇങ്ങനെ ഒരുപാട് സമയം വായിച്ച് തീർത്തു വിടുന്ന ഒരു പ്രവണതയാണ് കൂടുതൽ കുട്ടികളിൽ കാണപ്പെടുന്നത്. എന്നാൽ കുട്ടികൾക്ക് അവരുടെ വായന ശാസ്ത്രീയമാക്കി മാറ്റാനുള്ള ചെറിയ ഒരു ഫോർമുലയുണ്ട്. അതാണ് SQ4R. SQ4R എന്ന് പറഞ്ഞാൽ സ്കാൻ, ക്വസ്റ്റ്യൻ, റീഡ്, റിവ്യൂ, റീപ്രൊഡ്യൂസ് ആൻഡ് റിവൈസ് എന്നുള്ളതാണത്. ഞാൻ അതൊന്ന് വ്യക്തമായി ഒന്ന് വിശദീകരിച്ചു തരാം. നമുക്കറിയാം, നമ്മൾ വായിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് നേരിട്ട് പുസ്തകം എടുത്ത് അങ്ങ് വായിച്ചാൽ ഒരു പക്ഷെ നമ്മുടെ ഓർമ്മയിൽ അത് നിന്നുകൊള്ളണമെന്നില്ല. നമ്മുടെ ഓർമ്മയിൽ ഒരു കാര്യം നിലനിൽക്കണമെങ്കിൽ നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബ്രെയിനിൽ അറിവുകൾ സ്റ്റോർ ചെയ്യപ്പെടുന്നത്, അറിവുകൾ സേവ് ചെയ്യപ്പെടുന്നത് ഇമേജിലൂടെയും ഇമോഷനിലൂടെയുമാണ്. നമ്മുടെ ബ്രെയിനിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് തന്നെ ഇമേജസും ഇമോഷൻസും ആണ്. അപ്പൊ നമ്മുടെ വായനയിലൂടെ ഒക്കെ ലഭിക്കുന്ന അറിവുകൾ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഇമേജുകൾ ആയിക്കൊണ്ടാണ്. അപ്പൊ ഈ ഇമേജിനെ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ വായന. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, കുട്ടികൾ വായിക്കുന്നതിന് മുമ്പ് എന്താണോ വായിക്കാൻ പോകുന്ന പാഠഭാഗം, അതല്ലെങ്കിൽ ഒരു പുതിയ പുസ്തകം ആണ് വായിക്കാൻ തുടങ്ങുന്നതെങ്കിൽ ആ പുസ്തകത്തെ ഒന്ന് മുഴുവനായിട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി കഴിയണം. സ്കാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ, പുതിയൊരു പുസ്തകം വായിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ആ ഏതെങ്കിലും ഒരു പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് പകരമായി ആദ്യം ആ പുസ്തകം ഒന്ന് എടുത്ത് ആ പുസ്തകത്തിന്റെ ഹെഡിങ് ഒക്കെ ഒന്ന് വായിച്ച് അതിന്റെ പുറംചട്ടൊക്കെ ഒന്ന് നോക്കി, അതുപോലെ തന്നെ ആ പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അതിന്റെ ആദ്യ പേജുകളിൽ, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കി അവസാന പേജിൽ ഈ പുസ്തകത്തെ പറ്റിയുള്ള സമ്മറി കാണും, അതൊക്കെ ഒന്ന് നോക്കി, അതുപോലെ പുസ്തകത്തിന്റെ ഇൻഡെക്സ് പേജ്, ഉള്ളടക്ക പേജ് നോക്കി അതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ്, ഏതൊക്കെ പോർഷൻസ് ആണ്, ഏതൊക്കെ വിഷയങ്ങളാണ് അതിൽ ചർച്ച ചെയ്യുന്നത് എന്നതിനെ പറ്റിയൊക്കെ കൃത്യമായ ഒരു ധാരണ ആദ്യം കുട്ടി രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനാണ് സ്കാനിങ് എന്ന് പറയുക. ഇനി കുട്ടി റെഗുലർ ആയിട്ട് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ, കുട്ടി ഒരു പാഠഭാഗം വായിക്കുകയാണെങ്കിൽ ആ വായിക്കാൻ എടുക്കുന്ന ഭാഗം, ഏത് പാഠമാണോ കുട്ടി വായിക്കുന്നത് ആ പാഠത്തെ പറ്റി കൃത്യമായ ഒരു സ്കാനിങ് നടത്തുക. ഇതുപോലെ തന്നെ ആ പാഠത്തിന്റെ ഹെഡിങ് ഒന്ന് നോക്കുക, അതിലെ പ്രധാനപ്പെട്ട സബ് ഹെഡിങ്ങുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അതിൽ പ്രധാനമായിട്ട് ചിലപ്പോ ഇന്നത്തെ പാഠപുസ്തകങ്ങൾ പിക്ചോറിയസ് ആയതുകൊണ്ട് അതിൽ തന്നെ പ്രത്യേകിച്ച് ചില ചിത്രങ്ങൾ ഉണ്ടാവും. ആ ചിത്രവുമായി ബന്ധം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ പ്രത്യേക ചില കോളങ്ങളിൽ കൊടുക്കും. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തു പോകുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. ഇത് നോക്കുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വിവരങ്ങളൊക്കെ ഒരു ഇമേജായി കുട്ടിയുടെ മനസ്സിൽ സേവ് ചെയ്യപ്പെടുന്നുണ്ട്. അടുത്തത് ചെയ്യേണ്ട ഒരു ഘടകം, ഈ കുട്ടി വായിക്കാൻ പോകുന്ന പാഠഭാഗത്തെ പറ്റി സ്വന്തമായി ചില ചോദ്യങ്ങൾ ചോദിക്കണം, ക്വസ്റ്റ്യനിങ് ചെയ്യേണ്ടതുണ്ട്. ഈ ക്വസ്റ്റ്യനിലൂടെ കിട്ടുന്നൊരു ഗുണം എന്ന് വെച്ചാൽ കുട്ടിക്ക് ആ പാഠഭാഗങ്ങളിൽ എന്തൊക്കെയാണ് വരേണ്ടത് എന്നുള്ളതിനെ പറ്റി, അതല്ലെങ്കിൽ അത് എന്തൊക്കെയായിരിക്കും അത് പാഠഭാഗത്തിൽ ഉണ്ടാകുക എന്നതിനെ പറ്റി കുട്ടിക്ക് തന്നെ കുറച്ച് ചോദ്യങ്ങൾ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരാൻ സാധിക്കും. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമായിരിക്കും പിന്നെ കുട്ടിയുടെ വായനയിലുടനീളം ഉണ്ടാക്കുക.
അപ്പൊ കുട്ടി ആദ്യം തന്നെ സ്വന്തമായി ചില ചോദ്യങ്ങളൊക്കെ ഈ പാഠഭാഗത്തിന്റെ ഹെഡിങ്ങുമായി ബന്ധപ്പെട്ട് എന്താണിത്, അല്ലെങ്കിൽ അതിൽ ഒരു പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് നോക്കി, അല്ലെങ്കിൽ അതിന്റെ രണ്ടാമത്തെ സബ് ഹെഡിങ്ങിലേക്ക് പോയി, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റ് സബ് ടൈറ്റിലുകളിലേക്ക് പോയി അതിനൊക്കെ സംബന്ധിച്ച് കുട്ടി തന്നെ എന്താണിത് എന്നുള്ളൊരു ചോദ്യം കുട്ടിയുടെ മനസ്സിൽ ചോദിക്കുകയാണെങ്കിൽ പിന്നീട് കുട്ടി വായിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ കുട്ടി തന്നെ നിർമ്മിച്ച ചോദ്യങ്ങൾക്കുള്ള ആൻസർ കണ്ടെത്താനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും കുട്ടിയിൽ ഉണ്ടാകുക. ഇത് കുട്ടിയുടെ ഓർമ്മയിൽ കുട്ടി വായിക്കുന്ന പാഠഭാഗങ്ങൾ കൂടുതൽ സമയത്തേക്ക് അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാകാൻ കുട്ടിയെ സഹായിക്കും. ഇനിയാണ് മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നത്. അതാണ് ആർ എന്ന് പറയുന്ന, അതായത് റീഡ് ആണ് കുട്ടി യഥാർത്ഥത്തിൽ സാധാരണ ചെയ്യുന്നത്. നമ്മളൊക്കെ സാധാരണ നേരെ ഒരു പാഠഭാഗം എടുത്ത് അങ്ങ് വായിക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആദ്യം ഈ രണ്ട് പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് കുട്ടി വായിക്കാൻ ആരംഭിക്കുന്നത്. ഇനി കുട്ടി സാധാരണ വായിക്കുന്ന പോലെ ഇങ്ങനെ വായിക്കാന്ന് വെച്ചാൽ ഒരുപാട് സമയം ഇരുന്ന് വായിക്കുക എന്നല്ല, മാക്സിമം ഒരു അരമണിക്കൂർ സമയം, ഒരു വിഷയം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു 3/4 മണിക്കൂർ സമയം കുട്ടി വായിക്കുക. ഇനി ചെയ്യേണ്ട കാര്യം, അടുത്ത നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വായിച്ച കാര്യങ്ങളെ ഒരു അരമണിക്കൂർ മാക്സിമം ഒരു 40-3/4 മണിക്കൂർ ആയിട്ട് കുട്ടി ഒന്ന് റിവ്യൂ ചെയ്യുകയാണ്. അതായത് ഈ അരമണിക്കൂർ സമയത്ത് ഞാൻ വായിച്ച ഭാഗങ്ങൾ എന്തൊക്കെയാണ്, കുട്ടി അതിനെ പറ്റി എന്ത് ചെയ്യുന്നു, ഒരു പുനർവിചിന്തനം ചെയ്യുക, അല്ലെങ്കിൽ ആ വായിച്ച പാഠഭാഗങ്ങളെ കുട്ടി ഒന്ന് റിവ്യൂ ചെയ്തു പോകുന്നു. ഒന്ന് മനസ്സിൽ ആ വായിച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് വിടുവാനോ അല്ലെങ്കിൽ ഒന്ന് സ്വന്തമായിട്ടൊന്ന് ഓർക്കാൻ വേണ്ടി ആ വായിച്ച ഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് ഓർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതാണ് റിവ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അടുത്തത് ആണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതാണ് റീപ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. ഈ ഒരു ആക്ടിവിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം കുട്ടി ഇതുവരെ വായിച്ച ഭാഗം കുട്ടി സ്വന്തമായി എന്ത് ചെയ്യുന്നു, ഒന്ന് സ്വന്തമായി പറഞ്ഞു നോക്കുകയോ അതല്ലെങ്കിൽ ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ലാസ്റ്റ് പോയിന്റ്, അത് റിവൈസ് ചെയ്യുക, റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴാണ് റിവിഷൻ ചെയ്യേണ്ടത്? ഫോർഗറ്റിംഗ് തിയറി പ്രകാരം ഒരു കുട്ടി പഠിച്ച ഭാഗം 40 മിനിറ്റ് കഴിയുമ്പോൾ മറന്നു പോകുന്നു എന്ന 40-45 മിനിറ്റാണ് കുട്ടികൾക്ക് ഒരു കാര്യം കുട്ടിയുടെ ഓർമ്മയിൽ നിൽക്കുന്ന അതിന്റെ ആ ഒരു ടൈം സ്പാൻ എന്ന് പറയുന്നത്. മുതിർന്ന ആളുകളാണെങ്കിൽ മാക്സിമം 20 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കേട്ടൊരു കാര്യം മറന്നു പോകാൻ അതിന്റെ പകുതി മറന്നു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി വായിച്ച ഭാഗം ഒരു 40 മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ തന്നെ കുട്ടി എന്ത് ചെയ്യണം, അതുവരെ വായിച്ച ഭാഗം ഒന്ന് റിവൈസ് ചെയ്യേണ്ടതുണ്ട്, റിവിഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ കുട്ടികൾ വായിക്കുകയാണെങ്കിൽ കുട്ടികൾ വായിക്കുന്ന ഭാഗം, പഠിക്കുന്ന ഭാഗം കുട്ടികളുടെ മനസ്സിൽ ഓർത്തു വെക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഈ ഒരു ഫോർമുല കീപ്പ് ചെയ്തുകൊണ്ട്, ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ട് കുട്ടികളെ വായിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക. രക്ഷിതാക്കളായ നമ്മളും അധ്യാപകരുമെല്ലാം ഈ ഒരു രീതിയിൽ കുട്ടികളെ വായിക്കാൻ പ്രേരിപ്പിച്ചാൽ, ഈ ഒരു രൂപത്തിൽ ഒരു 21 ദിവസമെങ്കിലും കുട്ടിയെ വായിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചാൽ കുട്ടികളിൽ ഇതൊരു ശീലമായി മാറുകയും കുട്ടി വായിക്കുന്ന എല്ലാ ഭാഗങ്ങളും വായിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും കുട്ടിക്ക് കൃത്യമായി ഓർത്തുവെക്കാനും പരീക്ഷകളിലും മറ്റുമൊക്കെ കുട്ടികൾക്ക് നന്നായി ഇത് ഓർത്ത് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ദിവസം നേരുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.